ഇപ്പോൾ റാഫേൽ തട്ടിൽ അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്. അവസരം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് വളരെ ഹൃദ്യതയോടുകൂടെ സ്വീകരിച്ചൊരു അനുഭവമാണ്. ഒരു ഫോർമാലിറ്റിയും ഇല്ലാതെ, ഔപചാരികതകളൊന്നുമില്ലാതെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് പെരുമാറുന്നത് പോലെയുള്ള ഒരു ശൈലിയാണ് മാർപ്പാപ്പയുടേത്. മാർപ്പാപ്പ 1936 ഡിസംബർ 17 ജനിച്ചത്. മാർപ്പാപ്പ കടന്നു പോകുമ്പോൾ മാർപ്പാപ്പയ്ക്ക് 88 വയസ്സോളം പ്രായമുണ്ട്. ആദ്യത്തെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഒരു മാർപ്പാപ്പയാണ്. ജസ്യൂട്ട് സന്യാസമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം കാർഡിനൽ ക്ലൗദിയോ ഹ്യൂമസ് അദ്ദേഹം മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞ ഒരു അനുഭവമുണ്ട്. പത്രങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. മാർപ്പാപ്പയ്ക്കാണ് ഭൂരിപക്ഷം വരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ, മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ, കാർഡിനൽ ക്ലൗദിയോ ഹ്യൂമസ് മാർപ്പാപ്പയുടെ അടുക്ക് ചെന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞിട്ട് പറഞ്ഞു, ബർഗോളിയോ, നീ തെരഞ്ഞെടുക്കപ്പെടാൻ പോവാണ്. നീക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. പാവങ്ങളെ മറക്കരുത്. മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേരെടുക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മാർപ്പാപ്പയ്ക്കുള്ള മറുപടി ഇതാണ്: പാവങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിലകൊണ്ട ഒരു വിശുദ്ധനാണ് അസീസിലെ ഫ്രാൻസിസ്. ഡോണ്ട് ഫോർഗെറ്റ് ദ പുവർ എന്ന വാക്ക് കേട്ടപ്പോ അസീസിലെ ഫ്രാൻസിസിന്റെ ജീവിതം എന്റെ മനസ്സിൽ വന്നു. ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല.